ഇന്നെന്നാ അമ്മ വൈകിട്ട് കഴിക്കാൻ? ചായ വെച്ചു. ഇനി ഏലക്ക ചായ വേണോ? വേണ്ട, അങ്ങനെ എനിക്ക് നോർമൽ ചായ മതി. നോർമൽ ചായ മതിയോ? അപ്പം ചായ നമ്മുടെ പപ്പട ബോളി, നമ്മൾ കഴിഞ്ഞ ദിവസം വറുത്ത ഉപ്പേരിയില്ലേ, ഉപ്പേരിയുണ്ട്. പോരെ? മതി. കുഞ്ഞി എന്നാൽ എല്ലാവരെയും വിളിച്ചോ, ചായ കുടിച്ചേക്കാം. വിളിച്ചോണ്ട് പോയേ. എന്തോ 4 മണിക്കാപ്പിക്ക്? 4 മണിക്കാപ്പി ചായ വെച്ചു. ഉപ്പേരിയും പപ്പട ബോളിയൊക്കെ കൊടുത്ത് പറ്റിക്കാന്ന് ഓർത്തുണ്ടായിന്ന്. അത് ശരി. ഇതെല്ലാം തീർക്കണ്ടേ? പിന്നെ കഴിയണ്ട, ഇത് ചെയ്യണം. നല്ല ഒന്നാം തരമായിട്ട് ഏത്തക്ക വറുത്ത് വെച്ചതാ. പിന്നെ കളയാൻ പറ്റുമോ? വൈകുന്നേരമാണോ? ചപ്പാത്തി ചപ്പാത്തി കുഞ്ഞ് കഴിഞ്ഞ ദിവസം പറയുന്നുണ്ട് ചപ്പാത്തി എഗ് റോളോ എന്താ കുഞ്ഞി? ചപ്പാത്തി എഗ് റോളോ? എന്തൊരു ആത്മാർത്ഥതയാന്ന് നോക്കിയേ. കഴിഞ്ഞ ദിവസം മഴ പെയ്തപ്പോ ഞാൻ പറഞ്ഞു മഴയാ പോകണ്ടെന്ന്. എന്നെ നിരുത്സാഹപ്പെടുത്തരുതെന്ന്. ചായക്കാര് ഞാൻ മാത്രമേ ഉള്ളു കടുങ്കാപ്പി കുടിക്കുന്നതാണ്. കുഞ്ഞെന്തേ? അയ്യടി, എനിക്ക് ഷുഗറൊന്നുമില്ല. അല്ലാതെ കുഞ്ഞിക്ക് ഇഷ്ടമില്ല ഏലക്കാട് ചവ. പായസം കുടിക്കാം. പായസം കുടിക്കാം. നല്ലതാ. ഇഞ്ചി ഇട്ടാലും നല്ലതാ ചായ. ഇഞ്ചി ചായ നല്ലതാ. ഇഞ്ചി എടുത്തോണ്ട് വരാൻ, ചായ എടുത്തോണ്ട് വരാ. ഇല്ലപ്പോ ഞങ്ങളിതെല്ലാം തീർക്കും. നല്ല അല്ലേ? ഇച്ചിരി കുടിച്ചു നോക്കിയോ കുഞ്ഞി? ഇഷ്ടമില്ല. അപ്പൊ കുഞ്ഞിയുടെ ചായ എന്തി? കുഞ്ഞിയുടെ വേറെ. അച്ഛമ്മയ്ക്ക് മധുരവും ഇല്ല, പാലും ഇല്ല. ഇപ്പൊ പറഞ്ഞു പറഞ്ഞു ഷുഗർ. എനിക്ക് പറഞ്ഞു ഷുഗർ ഉണ്ടാക്കണ്ടേ. എനിക്ക് ഷുഗർ ഇല്ല. എനിക്ക് മധുരത്തിനോട് താല്പര്യം ഇല്ലാത്തോണ്ട് പാലും വേണ്ട. പപ്പട ബോളിയും ഉപ്പേരിയും ചായയൊക്കെ കൊടുത്ത് കുഞ്ഞിയെ പറ്റിക്കാന്നോർത്തായിരുന്നു. പക്ഷെ കുഞ്ഞ് സമ്മതിച്ചില്ല. അതെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ കുഞ്ഞിക്ക് വിശക്കുന്നു. തട്ടിക്കൂട്ട് ബർഗറാ. എങ്ങനെ ഉണ്ടോ നോക്കിയോ കുഞ്ഞി? എങ്ങനെ ഉണ്ടേ? കൊള്ളാം. മയോണൈസ് ഒന്നും ഉണ്ടാക്കാൻ സമയമില്ലായിരുന്നു. സമ്മതിച്ചില്ലല്ലോ. അത് രാത്രി മതി. അമ്പടി ചപ്പാത്തി റോളിൻ്റെ കൂടെ. എങ്ങനെയുണ്ട്? വിശക്കുന്നുണ്ടായിരുന്നോ? നല്ല പോലെ. കുഞ്ഞിയുടെ നാമധേയത്തിൽ ഒരു ബർഗർ നമുക്കും കിട്ടി. കുഞ്ഞിക്കും ബർഗർ നമുക്കും. അയ്യോ കണ്ടുപോയല്ലോ. എങ്ങനെയുണ്ട് അമ്മ ബർഗർ? ബർഗർ സൂപ്പറാ. ആണോ? തട്ടിക്കൂട്ടാണേലും കുഴപ്പമില്ല. പകുതി സാധനങ്ങളേ ഉള്ളൂ, അതുകൊണ്ടായിരിക്കും നല്ലതായി. അപ്പം മുട്ടയുണ്ടല്ലോ അകത്ത്, അതുകൊണ്ട് സൂപ്പറാ അല്ലേ? അതല്ലേ ടേസ്റ്റ് ഉണ്ട്. പോപ്പിക്കുള്ള വെച്ചിട്ടുണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ല, സൂപ്പറാ. അത് ഞങ്ങൾക്ക് മനസ്സിലായി. താങ്ക് യു അമ്മ. വിശപ്പിനൊരു അടക്കമായി. അത് ഇത് തന്നെ സംഭവം. ഇത് തന്നെ മുട്ട ഇതിനെ മിക്സിക്കകത്ത് ഒഴിക്കുന്നത്. ഇത് മുട്ട അടിക്കാൻ പോകുന്നു. മയോണൈസ് എന്ന് കേട്ടിട്ടുണ്ടോ? മുട്ട വെച്ചാണോ ഉണ്ടാക്കുന്നത്? മുട്ട വെച്ചുണ്ടാക്കാൻ പോകും. അമ്മയ്ക്ക് പഴയ രീതിയിൽ നാടൻ പാചകങ്ങളൊക്കെ ആവശ്യം. പുതിയ പാചകങ്ങളൊന്നും അറിയത്തില്ല. ഇത് ചെറുതായിട്ട് ഇങ്ങനെ തുളച്ചു വിട്ട് കഴിഞ്ഞാൽ അതിന്റെ വെള്ളം മാത്രം വെളി വരുമോ? ഇത് വരും. ഇവന്മാരെ കുപ്പി വെച്ച് ഈ വെള്ളം തന്നെ എടുക്കുന്ന കാണാം. പാത്രത്തിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ട് മറ്റേ മിനറൽ വാട്ടറിന്റെ കുപ്പിയില്ലേ, അതും വെച്ച് ഇങ്ങനെ ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ വരുന്ന കാണാം. ഇതിപ്പോ സെറ്റായാലും കുഴപ്പമില്ല. എനിക്ക് മയോണൈസ് ഇഷ്ടമല്ല, അത് കാരണം ഞാനിത് നോക്കാറുമില്ല. ആണോ? ഇതൊക്കെ പുതിയ പുതിയ പാചകങ്ങളാണ്. പച്ചമുട്ടയല്ലേ, അതുകൊണ്ട് എനിക്കിഷ്ടമില്ല. അതിനകത്ത് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യും. ഒരു കാര്യം ചെയ്യും, മുട്ടയുടെ വെള്ളമെല്ലാം നിങ്ങളെല്ലാരും കൂടെ മയോണൈസ് ആക്കി, ഞാൻ ഉണ്ണിയെല്ലാം അത് കൊള്ളാല്ലേ? നല്ല ഐഡിയ. നല്ല ഐഡിയ.
ഇതിനകത്ത് വെളുത്തുള്ളി ഉപ്പ് ഇട്ടിട്ടുണ്ടേ. ആ ഇതൊന്ന് കറക്കിയിട്ട് നമുക്ക് വെളുത്തുള്ളിയാണോ? വെളുത്തുള്ളി ഇച്ചിരി ഉപ്പ് ഇതൊന്ന് കറക്കിയിട്ട് പിന്നെ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതെ. ഇതിനകത്ത് എന്നാ ഓയിലാണ് ഒഴിക്കുന്നത്? ആ വന്നല്ലോ. ഇതിനകത്ത് തന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇത് സൺഫ്ലവർ ഓയിലാണ്. ആണോ? അപ്പോൾ ഇതും കൂടി ഇട്ടാലേ അത് ശരിയാകത്തുള്ളൂ. ഇതും കൂടി ഇട്ട് കഴിയുമ്പോഴേ നല്ല ക്രീമായിട്ട് വരുള്ളൂ. ആ ഓക്കെ. മുട്ട പുഴുങ്ങിയിട്ട് മയോണൈസ് ഉണ്ടാക്കും കേട്ടോ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. മിക്സിയിലാണോ ബ്ലെൻഡറിലാണോ നല്ലപോലെ വരുന്നത്? എങ്ങനെയുണ്ട്? കുറച്ചേ ഉള്ളൂ. അത് മതി, ഒത്തിരി വേണ്ട. മയോണൈസ് ഇതിനകത്തിന് ഒരുപാട് മൊത്തം എണ്ണ ഞങ്ങൾ എന്നതാ ഉണ്ടാക്കുന്നതെന്ന് നിനക്ക് ഇതുവരെ മനസ്സിലായോ? പറഞ്ഞില്ലല്ലോ. നീ ജിമ്മിൽ പോയപ്പോൾ ഞങ്ങളിവിടെ പ്ലാൻ ചെയ്തായിരുന്നു വൈകിട്ട് എന്നാ ഉണ്ടാക്കുന്നതെന്ന്. എന്നതാ? ചപ്പാത്തി, എഗ് ചപ്പാത്തി റോൾ. പേര് മാത്രം ഒരാൾ പറഞ്ഞു തന്നുള്ളൂ, ബാക്കി ഇതിന്റെ കാര്യങ്ങളൊന്നും പറഞ്ഞു തന്നില്ല. എന്തിയേ മയോണൈസിന്റെ മണം കേൾക്കുമ്പോ ഇപ്പൊ വരും. അവിടെ അങ്ങനെ ഇത് ഈ മണം വരുമ്പോ കുഞ്ഞ് എവിടെ ആണെങ്കിലും വരും. പിന്നെ ഇവന്റെ തല ചീകി വെച്ചേക്കുന്നത് കണ്ടിട്ട് ഒരു ചേച്ചി കമന്റ് ചെയ്തായിരുന്നു കേട്ടോ. അത് ഇച്ചിരി നല്ല വൃത്തിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അല്ലല്ലോ, അതെ, മുഖം നെറ്റി കാണാറായി. കാണാൻ തന്നെ എന്തൊരു മിടുക്കനാണെന്ന്. സത്യമല്ലേ? ആ മുടി പുറകോട്ട് വെച്ചപ്പോ കാണാൻ തന്നെ ശരിയുണ്ട്. അതെ അതെ, കുഞ്ഞ് അന്നേരം പമ്മി പമ്മി പുറകോട്ട് പോകുന്നുണ്ടോ. കുഞ്ഞിന്റെ മുടി കൊണ്ട് വെട്ടിക്കുമെന്ന് ഓർത്താ. അതെ അതെ അതെ. അടുത്ത എന്നാ പരിപാടി? നീ അല്ലേ ഈ റെസിപ്പി പറഞ്ഞത്? എനിക്ക് പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. പറയാൻ മാത്രമേ അറിയത്തുള്ളൂ. ഞാനെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടേ, ബാക്കി ഇനി ഉണ്ടാക്കിക്കോ. ആ അത് കൊള്ളാം. ഇവനാണ് ഇതിന്റെ എല്ലാം കാരണക്കാരൻ. അവനിപ്പോ അറിയത്തില്ലേ? ഇതുണ്ടോ, എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നോക്കിയോ, എനിക്കറിയത്തില്ല. അത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തോ. ഇത്രയൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. ഇത് നോക്ക്, എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പോരെ? എല്ലാം റെഡിയായോ? ആ. അയ്യോ, അച്ചമ്മച്ചിക്കുള്ള പച്ചക്കറി മാറ്റിയില്ല. എനിക്ക് മയോണൈസ് വേണ്ട, ഇല്ലാതെ ചിരിങ്ങ മാറ്റി തന്നാ മതി. പച്ചക്കറി മാത്രം മതി. കുഞ്ഞിക്കാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം അല്ലേ കുഞ്ഞി? അച്ചമ്മച്ചിക്ക് മയോണൈസ് കാണില്ല, കുറച്ച് മതി. പച്ചക്കറി നല്ലപോലെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. അത് ശരി. വേവിക്കാത്ത പച്ചക്കറി കഴിക്കണമെന്നാ. അമ്മയ്ക്ക് മയോണൈസിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലതാ. അല്ലാത്ത പച്ചമുട്ട ആയതുകൊണ്ടായിരിക്കും. അല്ലാത്ത ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം, പുഴുങ്ങിയിട്ട്. കോഴ്സും വേണ്ടല്ലോ, കാവേരിയും വേണ്ട. പച്ചക്കറി ഒന്നും തിന്നാൻ കഴിയുമല്ലെന്ന്. പച്ചക്കറി തിന്നും, എനിക്ക് കാബേജിനോട് ഇഷ്ടമില്ല, മയോണൈസ് ഇഷ്ടമില്ല. ചപ്പാത്തി അച്ചമ്മച്ചിയാണോ സെറ്റാക്കുന്നത്? മുട്ടയ്ക്കകത്ത് കുറച്ച് പച്ചക്കറികളും കൂടി ഇട്ട് നമുക്ക് ഓംലേറ്റ് ആക്കിയെടുക്കാം. ഇതിനപ്പം പച്ചമുളക് ഇടുകയല്ലേ? പച്ചമുളക് ഇടും, കുരുമുളക് ഇട്ടാൽ മതിയായിരിക്കുമല്ലോ ഇവർക്ക്. പോരെ അവന്? ഇതന്നെ ചുമ്മാ ട്രൈ ചെയ്യുവാണോ? ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പൊളിഞ്ഞു പോരുവോ? അല്ലെങ്കിൽ നമുക്ക് ചപ്പാത്തി ചുട്ടിട്ടുണ്ടാക്കി നോക്കാം. ഞാനൊന്ന് നോക്കട്ടെ. പരീക്ഷണം വിജയിച്ചോ കുഞ്ഞി? എനിക്കറിഞ്ഞൂടെ, നോക്കാം. എന്തായാലും നോക്കാം. തോന്നുന്നില്ല വിജയിക്കൂന്ന്. അയ്യോ, പാളിപ്പോയല്ലോ. ഇങ്ങനെയാണോ കുഞ്ഞി? ഇങ്ങനെയൊക്കെയാണോ ഇരിക്കുന്നത്? ആയിരിക്കും അല്ലേ. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടേക്കട്ടെ. എനിക്ക് 2 എണ്ണം വേണേ, എന്നാലേ പ്രോട്ടീൻ തികയത്തുള്ളൂ. ആണോ? പ്രോട്ടീന്റെ കുറവാണോ? മയോണൈസിലും ആരാണ്ട് ഇവിടെ ഒരു ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ജിമ്മിലെ ട്രെയിനർ മതി ഒരു കുടുംബം ഒന്നേ മുട്ട തരണം, ഇല്ല വേ പ്രോട്ടീൻ മേടിച്ചു തരണം. ഇതാ ഞാൻ പറഞ്ഞേ. ഇന്നത്തെ നിന്റെ പ്രോട്ടീന്റെ മുട്ട 2 എണ്ണോ മയോണൈസ് ആയത്? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് വേണം. പ്രോട്ടീൻ കൂടിപ്പോയണ്ട ഇവിടെ. പ്രോട്ടീൻ കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു പേടി. ഇത് റോളാക്കി. ഓക്കെ, ബാക്കിയെല്ലാം അങ്ങനെ. അത് കൊള്ളാല്ലേ. ആദ്യം ഓംലെറ്റ് ഉണ്ടാക്കുവോ? അതിന്റെ മേളിലാണോ ചപ്പാത്തി? ചപ്പാത്തി. അത് കൊള്ളാലോ, നല്ല ഐഡിയ ആണല്ലോ. ഓംലെറ്റ് വെന്ത് വരുമ്പോഴത്തേക്കിനും അതിന്റെ മേളിൽ ചപ്പാത്തി പോകും. ട്രഡീഷണൽ
ട്രഡീഷണൽ കുക്കിംഗ് മാറിയിട്ട് മോഡേണിലോട്ട് മാറിയിട്ടുണ്ട്. ആ അതെ അതെ, ട്രഡീഷണൽ കുക്കിംഗ് ഒന്ന് മാറി വരുന്നുണ്ട്. വേണമെന്ന് പറഞ്ഞാൽ അമ്മയ്ക്ക് അറിയത്തില്ലടാ. അല്ല വേണമെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാതിരിക്കാൻ പറ്റിയല്ല. ആ അതെ 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 അപ്പൊ നമ്മൾ ആലോചിച്ചുണ്ടാക്കും. ആ കുഞ്ഞി ഓരോ പുതിയ പുതിയ സംഭവങ്ങൾ കണ്ടുപിടിച്ചോണ്ട് വരുന്നു. അത് കുഴപ്പമില്ല. അല്ല കുഞ്ഞുള്ളോണ്ടാ വലിയവരൊക്കെ തിന്നുന്നേ. അതെ കുഞ്ഞി ഏതായാലും കുഞ്ഞുള്ളത് കൊണ്ട് വല്ലതും തിന്നാൻ പറ്റുമല്ലോ. അതെ അതെ. കുഞ്ഞിയുടെ പേരും പറഞ്ഞ് അല്ല കുഞ്ഞി. ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങി തച്ചമ്മച്ചീനെ മാസ്റ്റർ ഷെഫ് ആക്കിയ റെസ്റ്റോറൻറ്റ് നാടൻ കുക്ക് ആയിട്ട്. ആ അത് കൊള്ളാം കേട്ടോ. കണ്ടോ ചപ്പാത്തി പൊങ്ങിയിരുന്നേ. തട്ട് ഓംലേറ്റ് മുങ്ങിരുന്നുണ്ടല്ലോ. ശരി, അച്ചമ്മച്ചിനെ കൊണ്ട് റെസ്റ്റോറന്റ് തുടങ്ങിക്കാം. എൻ്റെ മാസ്റ്റർ ഷെഫ് ആക്കണം. വന്നില്ല. കൊള്ളാം, നല്ല ഐഡിയ. ഇവിടെ ഒന്നുമല്ല, നമ്മൾ അപ്പൊ എല്ലാം ഫില്ലാക്കി സെറ്റ് ആക്കുമല്ലേ? ബാക്കി കൂടെ ഉണ്ടാക്കിയിട്ട് കുഞ്ഞ് റെസിപ്പി കണ്ടുപിടിച്ചോണ്ട് വന്നു. ആർക്കും ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അവസാനം വന്നപ്പോ അച്ചമ്മച്ചി തന്നെ വേണ്ടി വന്നില്ല ഉണ്ടാക്കാൻ. ചാച്ചി ഉണ്ടാക്കുന്നത് ഇപ്പൊ കണ്ടോ? ഇതിന്റെ മാസ്റ്റർ ഷെഫ് അമ്മയാണ് കേട്ടോ. ആണോ? ആ അല്ലെന്നെങ്ങാനും പറഞ്ഞ എങ്കിൽ നീ ഒന്ന് ഇന്ന് തിന്നണമെന്ന് പറയും. ഉച്ചക്കത്തെ ചോറും പയറുകറിയും ഉണ്ട്, അതങ്ങ് തരും. എന്നിട്ട് നോക്കിയിരുന്ന് തിന്നും. പിള്ളേരെ ക്ഷമിച്ചേക്കണം കേട്ടോ, അല്ലെങ്കിൽ മിക്കവാറും നമുക്ക് കിട്ടുകയില്ല. ഏതാണോ കുഞ്ഞി? കൊള്ളാം, കഴിച്ചു നോക്കട്ടെ. അവര് പാത്രം എടുത്തോണ്ട് വരട്ടെ. ആണോ? കഴിച്ചോ? ആ കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയൂ. ഇത് വല്ലതും ആണോ ഉദ്ദേശിച്ചതെന്ന്? സാധനം ഇതൊക്കെ തന്നെ. ആണോ? ഇതിന്റെ പേരെന്തുവാന്ന് പറഞ്ഞു? എഗ് ചപ്പാത്തി റോൾ അല്ലേ? ആണോ? എങ്ങനെ വേണമെങ്കിലും വിളിക്കാം. പുതിയ പേരിട്ടാലോ? ഓ എഗ് ചപ്പാത്തി അല്ലേ? ഫില്ലിങ്സ് എല്ലാം പോകുന്നല്ലോ കുഞ്ഞ്. തിരിച്ചു പിടിക്കേ. സൂപ്പറാ. ഒരു കാര്യം മറന്നു പോയായിരുന്നു, എന്നാ പറ്റി? സോസ്. ആ ഇപ്പൊ തൽക്കാലം ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. സോസ് തീർന്നായിരുന്നു. 2 പ്രൊഫഷണൽ ഷെഫുമാരാ വീട്ടിൽ ഇരിക്കുന്നേ. നല്ല 2 റെസ്റ്റോറന്റ് തുടങ്ങാം. ആ പേരും പറഞ്ഞ് നിനക്ക് എന്നും ഇതൊക്കെ കഴിക്കാനല്ലേ? ഞങ്ങൾക്കറിയാം. ഞങ്ങള് റെസ്റ്റോറന്റ് തുടങ്ങിയാൽ നീ സ്വന്തം കടയാണെ ഫ്രീ ആണല്ലോ. ആ ഞങ്ങളെ റെസ്റ്റോറന്റ് തുടങ്ങിയാൽ നീ നന്നാകുമല്ലോ, അല്ലാതെ സൈക്കോളജിക്കൽ മൂവ്. അതെ അതെ, അതെ, അതെ. ഇതൊരു സൈക്കോളജിക്കൽ മൂവ് ആണ് കേട്ടോ. പ്രോത്സാഹിപ്പിച്ചങ്ങ് അതെ. എല്ലാ ദിവസവും ഇതൊക്കെ കഴിക്കാം എന്നുള്ള ഐഡിയ കൊള്ളാം. നാളെ തന്നെ ഞാൻ പുതിയ റെസിപ്പി എല്ലാം കണ്ടുപിടിക്കട്ടെ. അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.